വർദ്ധിച്ചു വരുന്ന നമ്മുടെ കുടുംബജീവിതം എന്നുള്ളതാണ്. ജീവിതത്തിലെ സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഒരു സമീപനം വ്യക്തിയിലും കുടുംബാംഗങ്ങളിലും ഒക്കെ ഉണ്ടാവണം. അതുണ്ടാകുക എന്നുള്ളത് ഒരു പൊതു സ്വഭാവത്തിലുള്ളതായിരിക്കണം. ഒരു കാഴ്ചപ്പാടിന് പൊതു സ്വഭാവം ഉണ്ടാകുമ്പോഴേ അതിലൊരു കൂട്ടായ്മ ഉണ്ടാകുള്ളൂ. മനസ്സിലാവും. അങ്ങനെ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിൽ നമുക്ക് സംതൃപ്തിയും സന്തോഷവും ഒക്കെ ഉണ്ടാവും. കുടുംബം എന്നുള്ളത് അങ്ങനെയാണ്. കുടുംബത്തിന്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്. നമുക്കറിയാം, മക്കൾ, മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, സഹോദരി, സഹോദരന്മാർ, അങ്ങനെ പറഞ്ഞു. 2 രൂപത്തിലാണ് കുടുംബം രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്ന് രക്തബന്ധമാണ്, ജനിച്ചു വളർന്ന പാരമ്പര്യം. അതിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ് വൈവാഹിക ബന്ധം എന്നുള്ളത്. ഇസ്ലാമിൽ വൈവാഹിക ബന്ധത്തിന് മുസാഹറത്ത് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ 2 ലോഹങ്ങൾ വിളക്കി ചേർത്തുണ്ടാകുന്നതിനാണ് അങ്ങനെ പറയാറുള്ളത്. 2 തലങ്ങളിലുള്ള ആളുകൾ കൂടിച്ചേരുകയാണ്. അങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ഒക്കെ ആവുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെ ഇങ്ങനെ നമ്മൾ വിവാഹത്തുബയിലൊക്കെ കേൾക്കാറുണ്ടല്ലോ. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ. അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണയെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തിനാണത്? ലിതസ്കുനു ഇലൈഹ, അതിൽ നിങ്ങൾ ശാന്തിയും സമാധാനവും ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അതിലൂടെ അള്ളാഹു നിങ്ങൾ അവന്റെ മവദ്ദത്ത്, സ്നേഹവും കാരുണ്യവും ഒക്കെ സന്നിവേശിപ്പിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ എന്നാണ്. നേരത്തെ പറഞ്ഞ ആയത്തിന് മറ്റൊരു തലത്തിൽ അള്ളാഹു വീണ്ടും വിശദീകരിക്കുകയാണ്. ഇതിൽ ആലോചിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ്. ഇത്രയൊക്കെ പവിത്രവും മഹത്വവും ഉള്ള ഒരു സംഗതിയാണ് വിവാഹം എന്നുള്ളത്. അതൊരു തലം മാത്രമാണ് എങ്കിലും ശരി, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന സമയം പ്രവാസികളെ സംബന്ധിച്ചു എല്ലാ വശവും ഞാൻ പറയുന്നില്ല, നമ്മളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, അതേ പറയേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് കുടുംബങ്ങൾ ഇവിടെ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഉമ്മയെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതിനെ നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അവിടെയാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. ഇന്നലെ വരെ നമ്മളോടുകൂടെ നമ്മുടെ അയൽപക്കത്ത് ജീവിച്ചിരുന്ന നമുക്ക് പരിചയമുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു പനിയോ തലവേദനയോ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അയൽപക്കക്കാർക്കുണ്ടാകുന്ന ഒരു ആശങ്ക എന്നതിൽ ഉപരിയായിക്കൊണ്ട് മറ്റൊന്നും കാണില്ല. പക്ഷെ ഇന്ന് ഞാൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ എനിക്ക് ഭർത്താവായി തീർന്നിരിക്കുന്ന ആൾക്ക് ഒരു പനി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റേതുപോലെ എനിക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. അതാണ് വൈവാഹിക ബന്ധത്തിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ആ സ്നേഹവും കാരുണ്യവും ഒക്കെ. നമ്മളൊരാൾക്ക് എന്തെങ്കിലും അയാളെ പ്രയാസം കണ്ടു കൊടുക്കുകയാണെങ്കിൽ, കയ്യാഞ്ഞ് സഹായിക്കുകയാണെങ്കിൽ അത് കാരുണ്യത്തിന്റെ ഭാഗമാണ്. അവിടെ നമുക്ക് അതിനപ്പുറത്ത് സ്നേഹം അതിലൂടെ ഉണ്ടാകുന്നതിൽ ഉപരിയായിട്ടൊന്നും കാണാൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ ഇണക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ചെലവഴിക്കുക മാത്രമല്ല, ഒരു സ്നേഹവും വല്ലാത്ത ഒന്നാണ്. ഇതൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ ബന്ധത്തിൽ പലപ്പോഴും
പല രീതിയിലുള്ള അസ്വരസ്യങ്ങളും ഉണ്ടാവും. ആ അസ്വരസ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ശരി, ഈ മവദ്ദത്തിനും റഹ്മത്തിനും സ്നേഹബന്ധത്തിനും കാരുണ്യത്തിനും ഒന്നും കോട്ടം സംഭവിക്കാത്ത രൂപത്തിലായിരിക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇണകളോട് പെരുമാറുന്ന സമയത്ത് അവരോട് എന്താണ് നല്ല രൂപത്തിൽ ഇടപെടണം എന്നാണ്. അപ്പോൾ നമുക്കൊക്കെ പലപ്പോഴും അങ്ങനെ എപ്പോഴും ഇങ്ങനെ സൂചിപ്പിച്ച് വർത്താനം പറയാന്ന് പറയും, എല്ലാ സമയത്തും നമുക്ക് കഴിഞ്ഞോണമെന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കണം എന്നാണ് റസൂലിന്റെ ജീവിതം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കാണുന്നത്. റസൂല് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം അവരെ കുറിച്ച് പറയുന്ന സംഗതികൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ അപ്പം എനിക്കിങ്ങനെ ഈർഷ്യത ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ അവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ റസൂലിന്റെ കാലത്ത് റസൂൽ ഭാര്യയോടത് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പക്ഷെ അതിന് മറ്റൊരു രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. റസൂലിന്റെ വിവാഹശേഷം 10-15 വർഷം കഴിഞ്ഞിട്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവർ പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്ന രൂപം ഉണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ അഗതികളെ അനാഥകളെയൊക്കെ സംരക്ഷിക്കുന്ന ആളാണ്. ഭാരം വഹിക്കുന്ന ആളുകളുടെ ഭാരത്തെ നിങ്ങൾ ഇറക്കി വെക്കാൻ സഹായിക്കുന്നതാണ്. സത്യത്തിന്റെ കൂടെ നിന്ന് സത്യത്തിനെതിരെ പോരാടുന്നവരുടെ മുന്നിൽ ആർജവത്തോടു കൂടി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല എന്ന് ഭർത്താവിനോട് ഒരു ഭാര്യ പറയുകയാണ്. അത്രേ ഉള്ളല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ട്, വരുന്ന സമയമാണ്, പ്രവാചകനാകുന്നേ ഉള്ളൂ. പക്ഷേ സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പെട്ട് മൂടിത്തരണം, ഞാൻ എന്നെ പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞ് ഏകാന്ത പതികനായി നിൽക്കുന്ന ഹിറാ ഗുഹയിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ്, അതുകൊണ്ട് എന്നെ പുതപ്പെട്ടി മൂടിയാലും എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ സമാശ്വസിപ്പിക്കുന്ന രൂപമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാര്യ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ തിരിച്ച് ഭാര്യയോട് ഭാര്യയുടെ നല്ല കാര്യങ്ങൾ എടുത്ത് പറയാറുണ്ടോ? പലപ്പോഴും നമ്മൾ ഇന്ന് വരുമ്പോഴും ഞാൻ എൻ്റെ കൂടെ വരുമ്പോൾ മാറുവിനോട് പങ്കുവെച്ചു, പലപ്പോഴും നമ്മുടെ ആശങ്കകൾ പറയും, പരസ്പരം രണ്ടു കൂട്ടർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ വരും. പ്രായമാകുന്നതിനനുസരിച്ച് കൂടുക ചെയ്യുക. പ്രായമാകുന്നതിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ പിന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങളും പറഞ്ഞു അതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നീ ഖദ് റുസിഖ്തു ഹുബ്ബഹ, ഞാൻ ഖദീജയുടെ സ്നേഹത്തെ ആവോളം ആസ്വദിച്ച ആളാണ്. റസഖ എന്ന് പറഞ്ഞാൽ റുസിഖ്തു പറഞ്ഞാൽ കഴിച്ചു എന്നാണ്, ആസ്വദിച്ചിരുന്ന ആളാണെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല അവരെ കുറിച്ച് വല്ലാതെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു വാക്കാണ്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ. ഖദീജയെ കുറിച്ച് ഇങ്ങനെ എന്താണ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് അവരുടെ മേലിൽ ഉണ്ടായതുപോലെ വേറെ ആരുടെ മേലുണ്ടായിട്ടില്ല. അത്ര പുകഴ്ത്തി പറയുമായിരുന്നു എന്നാണ്. വമാ റഅയ്തുഹാ വലാകിൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിറു ദിക്റഹ എന്നാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് വല്ലാതെ സംസാരിക്കുമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കും. ആ സംസാരിക്കുന്നതിന് പ്രകൃതമാണ്. റസൂലിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഘട്ടത്തിലും ആളുകൾക്ക് ആവശ്യമായത് ചുരുങ്ങിയ രൂപത്തിൽ നല്ല രൂപത്തിൽ നൽകുന്ന പ്രവാചകനാണ്. കുടുംബത്തിലേക്ക് വന്നാൽ കുടുംബവുമായി ഇടപഴകുമ്പോൾ അപ്പൊ പ്രവാചകന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പം നമ്മുടെ ഭാര്യയിൽ നിന്ന് നമുക്കിത് വേണ്ടേ? വേണം. അവർക്ക് മാറ്റം ഉണ്ടാകണ്ടേ? മാറ്റം ഉണ്ടാകണം. ഉണ്ടാക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു? അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മൾ അവരെ ഏതൊക്കെ ക്ലാസ്സിന് പറഞ്ഞേക്കാറുണ്ടോ?
അവിടെ ജുമാ എന്നുള്ളത് പ്രത്യേക സുന്നത്താണല്ലോ സ്ത്രീകൾക്കും. നമ്മളെത്ര പേര് നമ്മുടെ ഭാര്യമാരെ പള്ളികളിലേക്ക് ജുമാക്ക് പറഞ്ഞേക്കുന്നുണ്ട്? റസൂലിന്റെ ഭാര്യമാർ പള്ളികളിൽ എല്ലാ റക്അത്തിനും പോയിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് സുബഹിക്ക് വരെ പോയിരുന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് മുത്തലഫിആത്തും ബിമുറൂതിഹിം ലാ യഅലമുഹാ അഹദും മിനൽ വലസ്. പ്രഭാതത്തിൽ ഞങ്ങൾ ചുറ്റി പൊതിഞ്ഞ് ഇങ്ങനെ പോകും. പ്രഭാതാകുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ പുറപ്പെടും. വലസ് എന്ന് പറഞ്ഞാൽ ആ സമയമാണ്. വെളിച്ചങ്ങനെ വെച്ചിട്ടാകുമ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ സമയമുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് ഫജ്റുൽ കാദിബ് എന്ന് ഇത് പഠിച്ചാണ് നമ്മൾ. എന്നുണ്ടെങ്കിൽ ഫജ്റാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമയം. ഇങ്ങനെ ഒന്നുകൊണ്ട് വെളുത്ത് വരും പിന്നെ ആ രൂപം. അപ്പോഴത്തെ ഞങ്ങൾ പള്ളിയിൽ പോകുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ ദീനിയായിട്ട് നല്ല ചിന്തയും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. എന്നാലും കുടുംബജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാകും. അസ്വരസങ്ങൾ ഉണ്ടാകും, അപശബ്ദങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനെയൊക്കെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ തൻ്റെ ഭാര്യയുടെ നിലപാടുകളെ കുറിച്ച് പരാതി പറയാൻ വരികയാണ്. അതിൽക്കലെത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ ഭാര്യ വല്ലാതെ ആക്രോശിക്കുന്ന ശകാരിക്കുന്ന രൂപങ്ങൾ കേൾക്കുക. വല്ലാതെ നമ്മൾ പറയല്ലോ, അത്യാവശ്യം ദേഷ്യം പിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ വർത്താനം പറയുന്നു. അപ്പൊ അതിങ്ങനെ കേട്ട് നിന്ന് ഈ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഇത് കണ്ടിട്ട് വിളിച്ചെന്തേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ ചില നിലപാടുകൾക്ക് എനിക്ക് താല്പര്യമില്ല. അപ്പൊ അത് ഒരു പരാതിയായിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന അമീറിനോട് പറയാമെന്ന് വെച്ചാണ് വന്നത്. പക്ഷെ നിങ്ങളെ ഭാര്യ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് കേട്ടിട്ട് ഇനി എന്ത് പറയാനാണ്? ഞാൻ തിരിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു തആല തിരിച്ചു പറഞ്ഞു, അവളാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, അവളാണ് കുട്ടികളെ നോക്കുന്നത്, അവളാണ് വസ്ത്രങ്ങൾ കഴുകി തരുന്നത്, എല്ലാം ചെയ്യുന്ന അവൾക്ക് അവിടെ കാര്യങ്ങൾ പറയാനും ഒക്കെയുള്ള അവകാശം എൻ്റെ അടുത്തുണ്ട്. ഇത് എങ്ങനെയാണ് ഞാൻ വിശദീകരിക്കുന്നത്? പലപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ ഞാൻ എന്നെ മറന്നുകൊണ്ടില്ല പറഞ്ഞു. നമ്മളൊക്കെ ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയും, ചിലത് നമുക്ക് പറ്റാതിരിക്കുമ്പോൾ ദേഷ്യം പിടിക്കും. അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അവർ നമ്മോട് കയറ്റി സംസാരിക്കും. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായിട്ട് ചില അനിഷ്ടമുണ്ടായ സമയത്ത് അവര് കയ്യിലുണ്ടായിരുന്ന പാത്രം താഴെ കിട്ടുന്നതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ക്ഷമയോടുകൂടി എടുത്ത് ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് ഇങ്ങനെ പറയുന്നത് ഹദീസ്. നമ്മൾ വിചാരിക്കൊരു പാത്രം ഉണ്ടേത്, ഒരു പാത്രത്തിന്റെ വില എന്താണെന്ന് പറയാം, വലിയ വിലയാണ്. ഫിഖിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് സ്വർണവും വെള്ളിയും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ സ്വർണത്തിന്റെയോ വെള്ളിയോ കൊണ്ട് വിളക്കി ചേർത്തൊരു പാത്രത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, പളുങ്കിന്റെയൊക്കെ അന്ന് പളുങ്ക് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു പളുങ്ക് ഉണ്ടാക്കണമെന്ന് എത്ര സെൽഷ്യസ് ചൂടാക്കണം. ഇന്നത്തെ മാതിരി യന്ത്ര സാമഗ്രികളില്ലല്ലോ. അപ്പൊ റസൂൽ അത് തന്മയത്വത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്നതാണ്. റസൂൽ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിന്റെ ദേഷ്യവും നിന്റെ മനസ്സിലെ ആ ഇഷ്ടമൊക്കെ എനിക്ക് മനസ്സിലാവും. ചോദിച്ചത് എങ്ങനെയാണ്? അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂലിനോട് ചിലപ്പോൾ അനിഷ്ടം ഉണ്ടാകുമ്പോൾ ഇബ്രാഹിം നബിയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം, ആ രൂപത്തിലാണ് ചില സമയത്ത് ഇങ്ങനെ അനിഷ്ടം പ്രകടിപ്പിക്കുക. അപ്പൊ എനിക്കത് ബോധ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ചില വാക്കുകളിൽ, ചില പെരുമാറ്റങ്ങളിൽ ഒക്കെ സ്ത്രീകൾ എടുത്തുനിന്ന് ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ അത് പറയുന്നത് നമ്മളാണ് ഇവിടെ മുന്നിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു വിട്ടുവീഴ്ച മനസ്ഥിതി നമുക്കുണ്ടാവുകയും
എന്നാൽ ദീനീപരമായ കാര്യങ്ങളിൽ അവരെ ശരിയായ വഴിയിൽ നടത്തുകയും ചെയ്യുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. പ്രായം എത്ര കൂടുന്നോ അത്രയും അധികാരം സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും കൂടിക്കൊണ്ടിരിക്കും. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മോളെയൊക്കെ കെട്ടിച്ചു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് പേരക്കുട്ടിക്ക്. അപ്പോൾ നമ്മളാണ് ഇവിടുത്തെ കാശൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പം കുടുംബക്കാരാണ് കാര്യങ്ങളാണ് ക്യാഷ് അയച്ചു കൊടുക്കുന്നത് നമ്മളാണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചെയ്യുന്നത് ബന്ധങ്ങൾ ഒക്കെ ഭാര്യയായിട്ടായിട്ടുണ്ടായിരിക്കുന്നത്. അതങ്ങനെയാണ്. അതൊരു കുടുംബ വ്യവസ്ഥിതിയാണ്. നമ്മളായിട്ട് ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവും. അപ്പം കൂടുതൽ മക്കൾക്കാണെങ്കിലും അതൊരു കുടുംബ പശ്ചാത്തലമാണ്. അപ്പം നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട തീരുമാനിക്കട്ടെ അല്ല, അതങ്ങനെ നമ്മുടെ നാട്ടിൽ വരുന്നൊരു രൂപവും ശരി അങ്ങനെ തന്നെ ആയിക്കോളണമെന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ കാണുക എന്നതാണ്. ഓരോ നാടിൻ്റെയും ഓരോ വ്യവസ്ഥിതിയും ഒക്കെ അനുസരിച്ച് കാര്യങ്ങളെ നമ്മൾ എപ്പോഴും വിലയിരുത്തി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പെരുമാറേണ്ടത്. ആ ഒരു കുടുംബത്തെ തകരാതെ ഭദ്രമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെയും ബാധ്യതയാണ്. എപ്പോഴും തെറ്റിപ്പോകാതിരിക്കണം എന്നാണ് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞല്ലോ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതൊരു വാരിയല് പോലെയാണ്. അതിനെ ഇങ്ങനെ നല്ല രൂപത്തിൽ തൊട്ട് തലോടി കൊണ്ടുപോവുകയാണെങ്കിൽ നിനക്കതിനെ ആസ്വദിക്കാൻ പറ്റും. ഇനി അതൊന്നുമല്ല, ഞാൻ പറഞ്ഞ രൂപത്തിൽ തന്നെ പോണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതാണ് പൊട്ടിപ്പോകും. വരിൽ നിർത്തി പൊട്ടുപോകും. റസൂല് പറയും അതിനെ വിശദീകരിക്കുന്നത് പിന്നെ നീ ഒഴിവാക്കേണ്ട രക്ഷ ഉണ്ടാവില്ല. അത് ഏത് സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പൊ എത്ര പ്രായമായിക്കോട്ടെ സ്ത്രീകൾ, നിങ്ങൾ 10-50 വയസ്സായിക്കോട്ടെ, സ്ത്രീകൾക്ക് ചില കാര്യങ്ങളിലൊക്കെ ഞാൻ അവരെ ഇങ്ങനെ ചെറുതാക്കുകയല്ല, എല്ലാവരെയും പറയില്ല. പൊതുവെ അവർക്ക് അവരുടേതായ എത്ര ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ അവരുടേതായ സ്ത്രൈണത്വത്തിന്റെ ന്യൂനതകൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ അതിനെയൊക്കെ ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അവരുടെ ശ്രേഷ്ഠതയും അവരുടെ ആ സ്വഭാവ മഹിമയും ഭംഗിയൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിലും അവരോട് പങ്കുകൊണ്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകേണ്ടത്. തർബിയത്തുൽ ഔലാദ്, നിങ്ങൾ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ, വൽ ഖിദ്മത്തി വതദ്ഹിയത്തി, ആ കുട്ടികൾക്ക് സേവനം ചെയ്യുന്ന കാര്യത്തിൽ, ജീവിതം സമർപ്പിക്കുന്ന കാര്യത്തിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു കൂട്ടുത്തരവാദിത്തം ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തി ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. നമ്മൾ കേട്ട ഹദീസാണ്. നിങ്ങൾ ഒരു വിശ്വാസിനിയിൽ നിന്നും അകന്നു പോകരുത്. ഒരു ഭാര്യ, വിശ്വാസിയായിട്ടുള്ള ഭാര്യ ആ വിശ്വാസിയായിട്ടുള്ള ഭർത്താവുമായി ഇടവഴി മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നമുണ്ടോ, അത് നിങ്ങളെ അകറ്റരുത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലോ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അവരുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വെച്ചുണ്ടാവുക. അങ്ങനെയാണ് റളിയ മിൻഹാ ആഖർ, മറ്റു ചില കാര്യങ്ങളിൽ നിങ്ങൾ തൃപ്തി ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പിന്നെ അപ്പുറത്തുള്ള ഇന്ന ആൾ ഈ രൂപത്തിലൊക്കെ ചെയ്ത് കണ്ടില്ലേ എന്നൊന്ന് താരതമ്യപ്പെടുത്തിയാൽ പോലും പലപ്പോഴും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇത് നമ്മളെപ്പോഴും നമ്മളെ കാര്യങ്ങൾ നിയന്ത്രണം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇപ്പോൾ കുടുംബ വ്യവസ്ഥിതിയാണ് സാമൂഹ്യ ഭദ്രതയ്ക്ക് എപ്പോഴും നല്ലത്. എന്നാൽ മറ്റൊരു പ്രശ്നമുണ്ട് അവിടെ, എന്താണെന്നറിയില്ലേ, അത് അമ്മായിമ്മ, മരുമോള് എന്നൊക്കെയുള്ള ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോഴും എനിക്കറിയുന്ന ഒരുപാട് സംഭവങ്ങൾ, ഇത്തരം വിഷയങ്ങളുണ്ട്. എനിക്ക് ഒരു കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു രൂപം ഞാൻ എപ്പോഴും രസകരവുമാണ് ഗൗരവമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിൽ 2 പ്രയോഗമുണ്ട്. പിന്നെ സ്ത്രീകളുമായി ഭാര്യയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഫാശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്നാണ്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. രക്ഷിതാക്കളുമായി മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം അവരോട് പെരുമാറേണ്ടത്. ഞാനിങ്ങനെ എനിക്കറിയുന്ന ഒരു കുടുംബത്തിൽ ഞാൻ വളരെ രസകരമായ സംഭവം എന്ന് പറയാൻ കാരണം, ഒരു കുട്ടി വിവാഹം കഴിച്ചു. ആകെ ഒരു മകനാണ്. അപ്പൊ ഈ മകൻ
നല്ല ഒരു പയ്യനാണ്. ഇങ്ങനെ ഉമ്മ കുറച്ച് വന്നപ്പോൾ കുറച്ചൊരു ഒരു കാർക്കശ്യ സ്വഭാവം. ഈ വന്നിരിക്കുന്ന കുട്ടിക്കാണ് 10-18 വയസ്സേ ആയിട്ടുള്ളൂ. വന്നൊരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നം തുടങ്ങിയ രൂക്ഷമായി. അവസാനം ഇതിങ്ങനെ തട്ടിമുട്ടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഒന്നിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഒന്നിച്ച് കൊണ്ടുപോകണം എന്നുള്ള അർത്ഥത്തേക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മധ്യസ്ഥം പറയാൻ തുടങ്ങി. ഏതായാലും ഇങ്ങനെ പോയാൽ പോരാ, അങ്ങനെ ഈ കുട്ടിക്ക് കുട്ടിയുടെ പക്വതക്കുറവുണ്ട്, അത് മനസ്സിലാക്കാനാണെങ്കിൽ ഈ കുട്ടി ഈ പയ്യന്റെ ഉമ്മാക്ക് മനസ്സിലാക്കി കഴിയുന്നില്ല. അപ്പോൾ കുടുംബത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇതൊക്കെ കോംപ്രമൈസ് ആക്കിയിട്ട് പറഞ്ഞു, ഏതായാലും അവളെ വീട്ടിലേക്ക് വരട്ടെ, നിങ്ങളും ഏതായാലും വീട്ടിൽ പോയിക്കോളെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളൊന്ന് ചിരിക്കും, 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ ഈ സ്ത്രീ അതൊക്കെ കേട്ട് നിന്നു. അങ്ങനെ കഴിഞ്ഞ് വേറെ ഈ ചർച്ച നടത്തിയ കുടുംബ വീട്ടിൽ വെച്ച ഈ ചർച്ച. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞേക്കോട്ടെ പോയിക്കോട്ടെ, ഞാൻ ഇന്ന് എൻ്റെ അവിടെ വിരുന്ന് കൂടുകയാണെന്ന് പറഞ്ഞു. ചർച്ച നടത്തിയ ആളാണ് കുടുങ്ങി. എൻ്റെ വീട്ടിൽ എനിക്ക് വിരുന്ന് കൂട്ടാനും കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇന്നിവിടെ ഇരുന്ന ഒരു വീട്ടിൽ പോയിക്കോട്ടെ, ഞാൻ ഇന്ന് അങ്ങോട്ടേക്കില്ല, എൻ്റെ വീട്ടിലേക്ക് തന്നെ. അപ്പോൾ അവസാനം അപ്പോൾ ആ വീട്ടുകാരെ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ വീട്ടിൽ നിൽക്കാം, പക്ഷെ ഇന്ന് നിങ്ങൾ പോയേ മതിയോ എന്ന് പറഞ്ഞു. കാലം കുറെ കഴിഞ്ഞ് 8-10 വർഷം കഴിഞ്ഞു. എന്ത് തന്നെ ഗൗരവ കുടുംബത്തിലുള്ള ആ ഒരു ആൺകുട്ടിയുള്ളൂ. വാപ്പാക്കും ഉമ്മാക്കും അവൻ്റെ അധ്വാനത്തിൽ ഇവരൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തൊരു വീട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കുട്ടിയുമായി യോജിച്ചു പോകാത്തതുകൊണ്ട് അതേപോലെയുള്ള മറ്റൊരു വീട് പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 വീട് ഒന്നിച്ചു 2 സ്ഥലത്ത് ആണുങ്ങൾ കൊടുക്കുന്ന ഒരു രൂപമാണ്. എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഇപ്പൊ 2 ആളും നോക്കുന്നുള്ളതാണ്. നോക്കാൻ വയ്യ, കാരണം മാതാപിതാക്കൾ ഒഴിവാക്കാൻ പറ്റില്ല, എന്നാലാണെങ്കിലോ ഭാര്യയും ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പോ അതിന്റെ ഒരു വിഷമഘട്ടം അവർക്ക് ഇപ്പൊ മനസ്സിലായിട്ട് ബോധ്യപ്പെടും. ഇപ്പൊ അടുത്ത് അവന്റെ ഉമ്മ വീട് കൈ പൊട്ടിയപ്പോ ഇപ്പൊ ഈ കുട്ടി ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊണ്ടുകൊടുക്കണം. 2 വീടാണ്. ഇത്തരം കാര്യം നമ്മൾ പറയുന്നത്, ഞാനിത് എന്താ പറയുക, ഒരു അനുഭവം പറയുക. അപ്പൊ ഞാനിങ്ങനെ വിളിച്ച ഈ വിഷയം എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ വിളിച്ചത്, അവരെ വിളിച്ച് അന്വേഷിക്കൂല എങ്ങനെയാണ് എന്ന്. അവന്റെ കുട്ടികൾ 2 വീട്ടിലും അവിടെ നിൽക്കും, ഇവിടെയും വരും. ഇവരിപ്പം വീണ്ടും സംസാരിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. 10-ലധികം വർഷം കഴിഞ്ഞ് 3 കുട്ടികളായി ഒക്കെയാണ്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ആണുങ്ങളാണല്ലോ. ഞങ്ങളിങ്ങനെ ആലോചിച്ചു അവന്റെ സഹനശീലമൊക്കെ ആലോചിച്ച് നോക്കും. നല്ല 2 വീടെടുത്ത്, അതിന് കുഴപ്പമില്ല, ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു കച്ചവടക്കാരന്റെ കൂടി അദ്ദേഹത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനായി നിന്ന് അദ്ദേഹത്തെ കച്ചവടമൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ കച്ചവടക്കാരൻ അപ്പൊ അവനും സാമ്പത്തിക ശേഷി ഇപ്പോൾ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഗർഭം തിരിച്ചു കയറുന്ന നിർബന്ധത്തിൽ അവിടെ നിന്നാണ് അറിയുന്നവരാണ്. അപ്പോൾ 2ാമത്തെ വീട്. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതൊക്കെ ചേർത്ത് പിടിക്കുക, അതൊക്കെ ഇങ്ങനെ 2 മുള്ളും ഇലയ്ക്കും മുള്ളിനും പരിക്കില്ലാതെ കൊണ്ടുപോകുക എന്നുള്ളത് അവിടെയാണ് നമ്മുടെ ക്ലാസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കുറെ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കഥ കേട്ടിട്ട് നിങ്ങൾ, അദ്ദേഹം ഇങ്ങനെ രാത്രി ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് ഒരു സ്ത്രീ പാലിൽ വെള്ളം ചേർക്കാൻ പറയുകയാണ്. അതൊക്കെ നമ്മൾ കേട്ടതാണല്ലേ. പക്ഷെ ഒന്നാലോചിച്ച് നോക്കുക. അപ്പോൾ രാജ്യത്തിന്റെ ഭരണാധികാരി പാലിൽ വെള്ളം ചേർക്കരുത് എന്നല്ലേ പറയുന്നത്. അപ്പോ ഉമറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് ഉമ്മ ആക്രോശിക്കുകയാണ്. അപ്പോൾ ഒരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ച റിപ്പോർട്ടിൽ കാണുന്നത് ആ പെൺകുട്ടി പറഞ്ഞു എന്നാണ്, പരസ്യമായിട്ട് ഭരണാധികാരിയായ ഉമറിനെ ഞാൻ ഭയപ്പെടുകയും രഹസ്യമായിട്ട് ധിക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല എന്നാണ്. ഒരു സ്ഥലത്ത് പറയുന്നത് പടച്ചവനെ ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ അവരെ പഠിക്കാൻ വേണ്ടി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മകനായിരിക്കുന്ന ആസിമിനെ കൂട്ടുകയാണ്. അവരാരാണ് എന്ന് പഠിച്ചു ചെയ്യുക. അപ്പോൾ പിന്നീട് അവർ മനസ്സിലാക്കി ഈ കുട്ടി ഒരു അനാഥ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഉപ്പയില്ല എന്ന് മനസ്സിലാക്കിയാണ്. ഉമറുല്ലാഹിനെ സന്തോഷിപ്പിച്ചൊരു സംഗതി ഈ സ്ത്രീ ഇങ്ങനെ ആയല്ലോ എന്നല്ല, മറിച്ച് അത്തരം ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു കുട്ടി വളർന്നു വന്നല്ലോ എന്ന സന്തോഷമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തൻ്റെ ആസിമിന് തന്നെ ഈ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അവരുടെ പൗത്രനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നത്. അവരുടെ
ഈ സ്ത്രീയുടെ, ഈ പെൺകുട്ടിയുടെ, ആസിമിൻ്റെയൊക്കെ പൗത്രനായി വരുമെന്നാണ് ഒരു ചരിത്രം ഞാൻ വായിച്ചപ്പോൾ എനിക്കതിൽ മനസ്സിലായിട്ടുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു സംഗതി, ഇന്നിപ്പോൾ കുത്തുബയുണ്ടായിരുന്നു, അപ്പം നമ്മുടെ ആനുകാലിക വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. കുടുംബം സ്വർഗമാകുക എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ്. പ്രശ്നങ്ങൾ ഇല്ലാത്ത കുടുംബം ഉണ്ടാവില്ല. ഏത് കുടുംബത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമിരുന്നിട്ട് ഭാര്യമാര് പറഞ്ഞില്ലേ, റസൂലെ ഞങ്ങൾ പട്ടിണിയിലാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരണം, ഞാൻ കഴിക്കാൻ ആഹാരങ്ങൾ, പ്രവാചകനാണ്, നിങ്ങളുടെ ഭർത്താവാണ്. വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് റസൂലിന്റെ കൂടെ സഹിച്ച് നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. വൈൻ തുരിദിനല്ലാഹുവതആല, അല്ല നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെയുമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ കഷ്ടപ്പാടിലും ദുരിതത്തിലും നിങ്ങൾക്ക് നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ നല്ല കുടുംബം, നല്ല സമൂഹം എന്ന് പറയുമ്പോൾ ഇവിടങ്ങളിലൊന്നും പ്രശ്നങ്ങളില്ലാത്ത കുടുംബമാണ്. അല്ല, കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ഒരുപാട് ഗുണങ്ങളും ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കുടുംബ രംഗത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ദുർവ്യയം എന്നുള്ളത്. അപ്പം നമ്മളൊക്കെ പലപ്പോഴും ക്യാഷ് എന്താണോ വേണ്ടത് അത് അയച്ചു കൊടുക്കും എന്നതിലുപരി എന്തിനാണ് അയച്ചു കൊടുക്കുന്നത്, എന്താണ് നാട്ടിലെ ചെലവിൻ്റെ അവസ്ഥ, എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്ന് ചോദിക്കുകയും അറിയുകയും ചെയ്യണം എന്നുള്ളതാണ്. ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ തേട്ടം നമ്മുടെ കുട്ടികൾ ദീനിയായിട്ട് വളർന്നു വരണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭൗതികമായിട്ട് ഇവിടെ എത്തണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് തർക്കമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ശരിയാണ്, പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടാവും. പ്രാർത്ഥന എന്നുള്ളത് പ്രവർത്തനത്തിന്റെ കൂടെ ഉണ്ടാവേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നില്ല. അവര് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതേപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് പിന്നെ ഇബ്രാഹിം ബനീഹി വ യാക്കൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കും ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ പൗത്രനായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുക, എന്താ, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മരിച്ചു പോകുന്നത് മുസ്ലിങ്ങളായിട്ട് തന്നെ ആയിരിക്കണം. എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആരാധിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന ഏത് സൃഷ്ടാവിനെയാണോ ആ സൃഷ്ടാവിനെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുക എന്നൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥന, അപ്പൊ നമ്മളിങ്ങനെ ഭൗതികവുമായി ബന്ധപ്പെട്ട് തട്ടലിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലോ. വിശുദ്ധ ഖുർആൻ പറയുന്നത്, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണ്? ومن الناس من يقولون ربنا آتنا في الدنيا فما له في الآخرة من خلاق. ചില ആളുകൾ ഇങ്ങനെ, പടച്ചവനെ ഞങ്ങൾക്ക് നീ ഈ ലോകത്ത് എല്ലാ ഗുണവും സൗകര്യവും പ്രദാനം ചെയ്യണമേ എന്നാണ്. فما له في الآخرة من خلاق, അവന് പാരത്രിക ലോകത്ത് ഒന്നും ഉണ്ടാവുകയില്ല. ومن الناس من يقولون ربنا آتنا في الدنيا حسنة അഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ചില ആളുകൾ, പടച്ചവനെ ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ ഗുണം പ്രദാനം ചെയ്യണം. അഫിൽ ആഖിറതി വഖിനാ അദാബന്നാർ, പരലോകത്ത് നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാക്കുകയും ചെയ്യണമേ തമ്പുരാനെ എന്നാണ്. അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ കുട്ടി തട്ടടാതെ സ്കൂളിൽ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത്, അങ്ങനെ ഇല്ലെങ്കിൽ ശരി, വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസമൊക്കെ പിന്നെ ചെയ്താൽ മതി. കുട്ടി വലുതാവും, അങ്ങനെ വലുതാവും കൊടുത്താലാണ്ട് തലയിക്കുന്ന സംഗതിയല്ല. നമ്മുടെ കുട്ടി ഒരു 10-14 വയസ്സ് 15 വയസ്സായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിയന്ത്രിച്ചാൽ നിൽക്കില്ല. പിന്നെ അവര് നമ്മുടെ ലോകം എന്ന് പറയാം, അവരുടെ ലോകം എന്ന് പറയാം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ ഏറ്റവും നല്ല സൗഹാർദ്ദത്തോടു കൂടി, നല്ല കൂട്ടോടു കൂടി, കമ്പനി ആയിക്കൊണ്ട് അങ്ങനെ ആയിരിക്കണം നമ്മൾ. അങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് പറയുന്നത്, റസൂലെ കണ്ടില്ലേ,
ഞാൻ ദൂരം നിന്ന് വെള്ളം കൊണ്ടിരുന്നത്, എന്നിട്ട് എൻ്റെ ശരീരം വേദനയാണ്. എൻ്റെ കൈയൊക്കെ കണ്ടില്ലേ, ഈ ആട്ടുകല്ല് അല്ലെങ്കിൽ ആസുകല്ല് പിടിച്ചിട്ട് ഇങ്ങനെ തഴമ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ അന്നത്തെ മാതിരി അല്ലല്ലോ. അതുകൊണ്ട് റസൂലേ എനിക്കൊരു പ്രത്യേകിച്ച് എന്തായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴൊന്നും പറഞ്ഞില്ല. ഞാൻ വൈകുന്നേരം അച്ഛയായി കഴിഞ്ഞു, സലാം പറഞ്ഞു, വീട്ടിൽ കയറി ചെന്നു, ഫാത്തിമയുടെ തലയിൽ ചുംബനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ കിടന്നുറങ്ങുന്ന നേരത്ത് നീ ഇന്ന പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലാഹ് എന്നുള്ളത്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ 33 പ്രാവശ്യം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനൻ നാർ, നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം, എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോരുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആണെങ്കിൽ വൃത്തി വെച്ചു കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താം, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ആരാ ഫാത്തിമ റളിയല്ലാഹു അൻഹ? നമ്മളെ അത്ഭുതപ്പെട്ടൂലേ? നാട്ടിലെ ധനാഢ്യയായിരിക്കുന്ന ഒരു മഹദിയുടെ പുത്രിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ആരാ? ഹുവൈലിദിന്റെ മകളായിരിക്കുന്ന ഖദീജ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ നാട്ടിലെ ധനാഢ്യയാണ്. ആ ധനാഢ്യയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിങ്ങനെ പോവുകയാണ്. അപ്പോൾ എപ്പോഴും ചെലവഴിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു റബ്ബിഹി കഫൂറ എന്നാണ്. വല്ലാതെ അമിതമായി ചെലവഴിക്കുന്ന ആൾക്കാർ പിശാചിന്റെ അനുയായികളാണ്. പിശാചിന്റെ പ്രത്യേകത എന്താണ്? അവൻ രക്ഷിതാവിനെ നിഷേധിക്കുന്നതിനും തള്ളിക്കളയുന്നവരുമാണ്. അപ്പൊ ഈ ഒരു രൂപം നമ്മൾ ഒരിക്കലും നിങ്ങൾ ലാ തസൂറു ഖദമാ അബ്ദി യൗമൽ ഖിയാമ, നിങ്ങളുടെ രണ്ട് കാലും ഖിയാമത്ത് നാളിന്റെ മുന്നിലേക്കാണ് നീട്ടി വെക്കാൻ സാധിക്കുകയില്ല. മീൻ അയിന ഇക്തസബത വഫീമ അൻഫഖത, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചത്, എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്, എത്ര പെട്ടെന്ന് ലോകങ്ങൾ തീർന്നു വന്നില്ലേ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ നമ്മളൊക്കെ എത്ര പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ മാറ്റാൻ കഴിയാത്ത കുറേ സംഗതികളുണ്ട്. അത് നല്ലതല്ല. ഇപ്പൊ ഒരു തമാശ ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടുകാണും. സ്ത്രീകളുടെ പ്രധാനപ്പെട്ട 2 പ്രശ്നം എന്താണ്? എല്ലാവരും ഇന്ന് വന്നവരിതാണ്, ഒന്നര കണ്ടിട്ടുണ്ട്. ആദ്യം കേട്ടാ എന്താ പ്രശ്നം? പിന്നെ അലമാരയിൽ ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ല, ഒന്നത്. രണ്ടാമത്തെ എന്താണ്? അതാണ് സ്ത്രീകളുടെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സ് വെക്കാന്നതാണ്. അത് തമാശയായിട്ട് പറഞ്ഞ കാര്യമില്ല. അത് എല്ലോ ഇപ്പൊ ഞാൻ ചിലപ്പോ ഒരു രണ്ടില. അപ്പൊ എന്താണ് ഇപ്പൊ അബൂബക്കർ ഈ വിഷയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില എന്താണ് ദിവസങ്ങൾക്കുള്ള ഭക്ഷണം ഒറ്റ ദിവസം കൊണ്ട് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും മോശം. അദ്ദേഹം അതിർത്തി പ്രകടിപ്പിച്ച സംഗതി ഞാൻ പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുക. അബൂബക്കർ പറയാം, നിങ്ങൾക്ക് ദിവസങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ അതത്ര സുഖകരമായ കാര്യമല്ല. അതായത് നമ്മളിപ്പോ കാലം ചെയ്യുന്നതല്ലേ, ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിച്ചു, വൈകുന്നേരവും നമ്മൾ ഭക്ഷണം കഴിച്ചു. നമ്മളിപ്പോ എന്തൊരു അജണ്ടയായിട്ട് നമ്മളെയൊക്കെ ഉണ്ടല്ലോ, ഒരു നല്ല ഭക്ഷണം കൊടുത്തിട്ടില്ല ആളുകൾ ഇല്ല എന്നുള്ള സംഭവം ശരിയാണ്. പക്ഷെ അത് നമ്മളെങ്കിലും ആ മനസ്സിൽ നിന്ന് മാറണം. എല്ലാവരോടും പറയാൻ പറ്റില്ല, നമുക്കെങ്കിലും പറയാലോ. ഭക്ഷണം എങ്ങനെയെങ്കിലും കുറച്ച് വിശപ്പടക്കാൻ കഴിക്കുക എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുക. നല്ല ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതിൽ എന്താവരുത്, അങ്ങനെ നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മൾ മാറിപ്പോകാൻ പാടില്ല. അപ്പൊ പറയുന്നതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ് എന്ന് പറഞ്ഞു. ഈ ലോകത്ത് മാത്രമായിട്ട് ഒരാൾ അതിനു വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പാരത്രിക ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എല്ലാവർക്കും ഇപ്പോൾ ശരാശരി ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളിലായിരിക്കും. ഒരു കൃത്യത നമുക്ക് എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. ചില ആളുകളൊക്കെ പഴയ വീടുകൾ പൊളിച്ച് പണിത് പുതിയ വീടുകൊണ്ടിരിക്കും. ചില ആളുകൾ പുതിയ വീടിന് ഡെക്കറേഷൻ പോലെ, ഇതൊക്കെ ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. വീടിൻ്റെ ഉള്ളിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി 1.5 ലക്ഷം റുപ്യ 1 ലക്ഷം റുപ്യക്ക് വീണ്ടും മുടക്കിക്കൊണ്ടിരിക്കുന്നു. അണിയറ മക്കൾ നമ്മൾ പിന്നെ
ഇതൊക്കെ നമ്മൾ കാശുണ്ടേ ചെയ്തോളൂ, പക്ഷേ ഇതൊക്കെ ഇസ്രാഫ് ആവുമോ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിലും ശരി, അതൊക്കെ ഇസ്രാഫ് ആവുമോ, ദുർവ്യയമാവുമോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് റസൂലുള്ളാഹിയുടെ ഹദീസിലുണ്ട്, ഒരാളെ സാമ്പത്തികമായി തകർക്കാൻ ഉദ്ദേശിച്ച ഒരാളെ വീട് പണി ഇങ്ങനെ അലങ്കാരമാക്കി കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ല അള്ളാഹുവിന്റെ അടിമകളായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. വല്ലദീന ഇദാ അൻഫഖു, അവർ ചെലവഴിക്കുകയാണെങ്കിൽ, ലം യുസ്രിഫു, അവർ ദുർവ്യയം ചെയ്യുകയില്ല, വലം യഖ്തുറു, അതിങ്ങനെ പിടിച്ചു വെക്കുകയും ചെയ്യില്ല, വകാന ബൈന ദാലിക ഖവാമ, അതിനിടയിലാണ്. അതെങ്ങനെയാണ്? അത് ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി അനുസരിച്ചായിരിക്കും. എൻ്റെ അയൽപ്പക്കക്കാരൻ്റെ വീട് കണ്ടിട്ടല്ല ഞാൻ വീട് പണിയേണ്ടത്, അവൻ്റെ വാഹനവും അവൻ്റെ സുഖസൗകര്യങ്ങളും കണ്ടിട്ടല്ല ഞാൻ എൻ്റെ കുടുംബജീവിതം തീരുമാനിക്കേണ്ടത്. കാരണം അത് അവൻ്റെ സാമ്പത്തിക ശേഷിയാണ്, ഞാൻ എൻ്റെ ശേഷി അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എങ്കിലേ എൻ്റെ വീട്ടിൽ എനിക്ക് സുഖവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും. ലോകത്ത് അങ്ങനെ തന്നെയാണല്ലോ, വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഞാൻ എവിടെയാണ്, ഞാൻ ഇപ്പോഴെന്താണ്, അതാണ്. നാളെ ഞാൻ എന്തായാൽ അപ്പോഴതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ അതാണ് ഈ മാതാപിതാക്കളത് എന്നുള്ളത്. മാതാപിതാക്കൾ നമ്മളെ പ്രത്യേകിച്ച് കുടുംബം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മാതാപിതാക്കൾ എന്നുള്ളത് ആരൊക്കെ ഉണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ കുടുംബമൊക്കെ എങ്ങനെയാണ്? ഭാര്യ മക്കൾ എന്നതിലേക്ക് ചുരുങ്ങി വന്നിട്ടുണ്ട്. പലപ്പോഴും കുടുംബജീവിതം നയിക്കാൻ നമ്മളൊക്കെ എപ്പോഴും വാപ്പ ഉമ്മ എന്ന് പറയുന്നൊരു അവസ്ഥയിലുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു കുടുംബത്തിൽ നിന്ന് സംസാരിച്ചു. ഇങ്ങനെ സ്ത്രീക്ക് ഗവൺമെന്റ് ജോലി, ഒരു സർക്കിൾ റാങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ട നിൽക്കുകയാണ്. അവരെപ്പോഴും വിളിക്കും. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ആദ്യമായിട്ട് അവിടെ പോയി. അപ്പോൾ പോയപ്പോൾ സംസാരിച്ചപ്പോൾ 2 മക്കൾ പഠിക്കുന്നുണ്ട്, പെൺപിള്ളേരാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ്. പിന്നെ അവർ പഠിച്ചു വന്നാൽ അവരെ ഇഷ്ടമല്ലേ, പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് പോട്ടെ എന്ന്. വലുതായപ്പോൾ അവർ നമ്മളെ സംരക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയുന്നത്, ഇപ്പം ഇങ്ങനെ പറയാൻ നല്ല സുഖമുണ്ടാവും. വലുതായി കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അവരാണ് നമുക്കുള്ളത്, അവരാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്. അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്, ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞേ മതിയാവുള്ളൂ. അവരെ തലോടണം, അവരുടെ മലമൂത്രം എടുക്കണം, അവരെ കുളിപ്പിക്കണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. അങ്ങനെയുണ്ട്. എൻ്റെ നാട്ടിൽ എനിക്കറിയുന്നൊരു വലിയ പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന് ഉമ്മയ്ക്ക് എല്ലാവിധ മലമൂത്ര വിസർജനം എടുക്കലും കുളിപ്പിച്ചു കൊടുക്കണം, ഭക്ഷണം കൊടുക്കലും ഒക്കെ ആ മാനായിരുന്നു. പറയുമ്പോൾ പെൺകുട്ടികളുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, അവരൊന്നും ചെയ്യായികയല്ല. പക്ഷേ ഈ ഉമ്മയ്ക്ക് ഈ മോനോടായിരുന്നു ഇഷ്ടം. ആ മോനായിട്ടും ചെയ്തു. ഇത് എന്നോട് പറയുന്നത് ആ ഉമ്മയുടെ മോളുണ്ട്, ആ മോനാ പറയുന്നത്. ഒക്കെ ഇക്കാക്ക ചെയ്യാണ് ഇഷ്ടം, ഇക്കാക്കയാണ് എല്ലാം ചെയ്യുന്നത്. അദ്ദേഹം ഒരു മതപണ്ഡിതനായിരുന്നു, നല്ല പാണ്ഡിത്യമുള്ളായിരുന്നു. ഭാഷയൊക്കെ ഗൾഫിലൊന്നും വരാൻ താല്പര്യമില്ലെങ്കിലും ഭാഷാഭാവിലൊക്കെ കുറേ കാലം വിവർത്തനമൊക്കെ നടന്നത്. ഇപ്പോഴും അദ്ദേഹം ഉമ്മ മരിച്ചു. ഭാര്യയോടുള്ള ഒരു ചരിത്രത്തിൽ ഇങ്ങനെ എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ ചരിത്രം വായിച്ചതിൽ പിന്നെ മൂസാ നബി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പടച്ചോനെ എൻ്റെ കൂടെ സ്വർഗത്തിലുള്ള ഒരാളെ എനിക്ക് ഇവിടുന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ചരിത്രത്തിൽ ഞാൻ എഴുതിക്കാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ന പിന്നെ മാംസ കച്ചവടക്കാരനെ നീ പോയി കാണുക എന്ന് പറഞ്ഞു. അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. മാംസം ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നു എന്നതിൽ കവിഞ്ഞ് കച്ചവടം ചെയ്യുന്നു, പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അതിന് മാംസം അദ്ദേഹം വേവിച്ചു. അതിൻ്റെ സൂപ്പ് അദ്ദേഹം തൻ്റെ ഉമ്മക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉമ്മക്ക് കൊടുത്തു. ഉമ്മയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നല്ല ഡ്രസ്സ് അദ്ദേഹം അണിയിക്കുകയാണ്. മോശപ്പെട്ട ഡ്രസ്സൊക്കെ അദ്ദേഹം കഴുകി എടുത്ത് വെക്കുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ബോധ്യപ്പെട്ടപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ മൂസയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രത്തിൽ ഇങ്ങനെ കണ്ടില്ല. ഒരു ഗുണപാഠമെന്നുള്ളത് എൻ്റെ സാധ്യതയെക്കുറിച്ചോ എൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചോ സൂചിപ്പിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ചരിത്രത്തിൽ സംഭവം കാണുക. അപ്പോൾ മാതാപിതാക്കൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 3 ആളുകൾ ഗുഹയിലകപ്പെട്ട ഒരു ഹദീസുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഞാനിങ്ങനെ വിറകും പുല്ലും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ നടന്നുപോയി. ഞാനതൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ്. നിങ്ങൾ ഈ
കൃഷിപ്പണിക്കാരെ കുറിച്ച് ആലോചിച്ചു. അവർ കൃത്യത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞോളുന്നില്ല, പോയ സമയത്ത് കൃത്യത്തിന് വരാൻ കഴിയണമെന്നില്ല. ഇന്നൊക്കെ അത് നടക്കുകയുള്ളൂ. പണിയൊക്കെ എവിടെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ വൈകി വരും. നിങ്ങളൊരു 10-20 വർഷം മുന്നേയൊക്കെ ഒരു ശനിയാഴ്ച ദിവസം റേഷൻ ക്യാഷ് കിട്ടുക. അന്ന് റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് അരി ചോറ് വെക്കുന്നവർ, അങ്ങനെ ജീവിച്ച കാർഷിക മേഖലയിൽ ജീവിക്കുന്നവരാണ്. അന്ന് ഭാവനയിൽ കാണുക. ഞാൻ വിറകും പുല്ലും തേടിപ്പോയി തിരിച്ചെത്തിയപ്പോഴത്തേക്ക് വൈകിപ്പോയി. എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി. ഞാൻ കറന്ന പാലുമായിട്ട് വന്നപ്പോൾ എൻ്റെ മക്കൾ വിശന്നിട്ട് കരയുക. അവർക്ക് കൊടുക്കണമല്ലോ എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ മാതാപിതാക്കൾക്ക് നൽകിയതിന് ശേഷം മാത്രമേ ഞാൻ അവർക്ക് നൽകിയുള്ളൂ എന്ന് തീരുമാനമെടുക്കുന്നു. അവരുണർന്ന് അവർക്ക് നൽകിയതിന് ശേഷമല്ലാതെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തില്ല എന്നാണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നതിൽ നന്മയാണ് എങ്കിൽ പടച്ചമ്പുരാനെ ഈ പാറക്കല്ല് ഞങ്ങളിൽ നിന്നും നീക്കിയാലോ. അപ്പൊ നമുക്കതിന് യുക്തിഭദ്രമായിട്ട് ചോദിക്കുക. ഓരോ ഉറങ്ങില്ലേ, വിശക്കണില്ലല്ലോ, എന്താ കുട്ടിയെ കണ്ട് കൊടുത്താല്? അതൊക്കെ ഒരു 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 നമ്മൾ അതൊക്കെ ഒരു കാണിക്കണം. അങ്ങനെയുള്ള നമ്മൾ അതിലിപ്പം തെറ്റ് ഉറങ്ങിപ്പോയില്ലേ, ഈ മക്കൾ എന്തിനാ കരയുന്നത്? നമുക്ക് യുക്തിഭദ്രമായ ചില ചോദ്യങ്ങളായിരിക്കും ഉണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സ്നേഹവും ആ താല്പര്യവുമാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നീണ്ടു പോകുന്നതിൽ പല ആലോചന ഉണ്ടാവും. അപ്പോൾ 2 കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയത്, വിശുദ്ധ ഖുർആനിൽ കുറെ ചരിത്രങ്ങൾ പറഞ്ഞു. അതിലൊന്ന് ഹാബീലിന്റെയും കാബീലിന്റെയും. കാബീൽ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടില്ല. അത് നമ്മൾ ബൈബിളിലൊക്കെ ഹാബീൽ കാബീൽ എന്ന് പറഞ്ഞിട്ട് അതിൽ മറ്റു ഖുർആൻ 2 സഹോദരന്മാരെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു ഒരാളുടെ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. ഒരാളുടെ സമർപ്പണം അള്ളാഹു സ്വീകരിക്കും, മറ്റൊരാൾ തിരസ്കരിക്കുകയും ചെയ്തപ്പോൾ എന്നാ ശരി, നിന്നെ കൊന്നിട്ടേ കാര്യമുള്ളൂ എന്നാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ എൻ്റെ കൈനീട്ടിയാൽ നീ പാപിയായി തീരും എന്നാണ്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാതെ തൻ്റെ സഹോദരനെ തന്നെ കൊന്നു കളഞ്ഞപ്പോഴാണ് ആകെ അബദ്ധത്തിലേക്ക്. ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് ഒരു കാക്ക വന്നിട്ട് മണ്ണിരകളെ കൊത്തുന്നത് എന്തോ കാണുന്നത്. അപ്പോഴാണോ ഞാൻ ഇത്ര ദുർബലനായി പോയല്ലോ. അങ്ങനെയാണ് മണ്ണിൽ കുഴിച്ചിടുന്നതാണ്. 2 കാക്കയെ കുറിച്ച് പറയുന്ന ഖുർആനിൽ കാക്കയെ കുറിച്ച് പറയുന്നത്. ആ ഒരു ആംഗ്യത്തിൽ ഒരു കാക്ക മറ്റേ കാക്കനെ കുഴിച്ചിട്ട് ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ചില ആളുകൾ കഥ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോ കൊത്തിയെടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അപ്പോഴാണ് ഈ മനുഷ്യൻ ഇങ്ങനെയായിരിക്കും ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നതാണ്. ഒന്നൊരു ചരിത്രമാണ്. മറ്റൊന്ന് അദ്ദേഹം മുഴുവൻ പഠിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ ആ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്? സഹോദരന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചില ഭിന്നതകളൊക്കെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. അപ്പൊ നമുക്കിടയിലൊക്കെ ഈ ഭിന്നതയും സഹോദരന്മാർക്കിടയിൽ നമ്മളൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. സാമ്പത്തികമായ രംഗത്ത്, സാമൂഹിക രംഗത്ത്, ആദർശ രംഗത്ത്, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് വ്യത്യസ്ത നിലപാടുകളുള്ള, കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ്. പക്ഷേ സഹോദരന്മാർ എന്നുള്ളവർക്ക്, കുടുംബം എന്നുള്ളവർക്ക് പരമാവധി വിശാലതയും വിട്ടുവീഴ്ചയൊക്കെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. കൂടുതലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടൊന്നും പറയാനല്ല, മക്കളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ സൗഹാർദ്ദം പാലിക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ കാര്യങ്ങൾ അറിയുന്നവരാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒന്നായി ചേർന്നുകൊണ്ട് ജീവിക്കുവാനും അത് നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. പഠിച്ചവനെ, അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ അസുഖത്തെ ഭേദമാക്കണേ തമ്പുരാനെ. മരുന്നുകളില്ല എങ്കിലും നിന്റെ കരങ്ങൾ കൊണ്ട്, നിന്റെ കഴിവുകൾ കൊണ്ട് അതെല്ലാം ശമനമാകും. ആ രൂപത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണേ തമ്പുരാനെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يسر عسيرنا وسهل أمورنا واقض حاجاتنا يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا